പിണറായി വിജയൻ ചോതി നക്ഷത്രം. പിണറായി വിജയൻ്റെ ജാതകവശാലുള്ള ചില വിശകലനങ്ങളൊക്കെ ഏതാനും ദിവസം മുൻപ് ഞങ്ങൾ ഒന്ന് ചർച്ച ചെയ്തിരുന്നു. ഒരു ജ്യോത്സ്യൻ്റെ അഭിപ്രായങ്ങളൊക്കെ തന്നെ. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കാനും മുഖ്യമന്ത്രിയായിരിക്കാനും ഒന്നുമുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജാതകവശാൽ കാണുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ തന്നെയുണ്ട് എന്നും കാണുന്നു. പുതിയ സർക്കാർ ഏതുമാവട്ടെ, BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, PLMന്റെ ലക്ഷ്യം. അത് ആ വാർത്ത വലിയ ചർച്ചയായിരിക്കുകയാണ് രാഷ്ട്രീയ സാമൂഹ്യ ഇടങ്ങളിൽ എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പോൾ പിണറായി വിജയൻ്റെ പേരിൽ വിവിധ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടക്കുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. അദ്ദേഹം വിജയിക്കുന്നതിനായിട്ടും LDF മന്ത്രിസഭ രൂപീകരിക്കുന്നതിനായിട്ടും വേണ്ടി പിണറായി വിജയൻ ചോതി നക്ഷത്രം എന്ന് പറഞ്ഞ് വിവിധ ക്ഷേത്രങ്ങളിൽ ധാരാളം വഴിപാടുകൾ കഴിക്കുന്നതായുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ നാടായ കണ്ണൂർ ജില്ലയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയതായുള്ള റിപ്പോർട്ടുണ്ട്. പള്ളിക്കുന്ന് കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് വഴിപാട് ബുക്ക് ചെയ്തിരിക്കുന്നത്. പള്ളിക്കുന്നിലെ ക്ഷേത്രവുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു ഭക്തനാണ് വഴിപാട് നടത്തുന്നത് എന്നാണ് റിപ്പോർട്ട്. പിണറായി വിജയൻ ചോതി നക്ഷത്രം എന്ന പേരിലാണ് വഴിപാട് റെസിപ്റ്റ് ആക്കിയിരിക്കുന്നത്. 250 രൂപ റെസിപ്റ്റാണ് ആക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചീട്ടാക്കിയെങ്കിലും ഇന്നാണ് വഴിപാടിനുള്ള ഒരു ദിവസം വന്നിരിക്കുന്നത്. അതായത് ഇന്നത്തെ പേർക്കാണ് വഴിപാട് കഴിക്കാനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വിശ്വാസങ്ങളും അതുപോലെയുള്ള ആരാധനകളും പ്രതീക്ഷകളുമൊക്കെ സാധാരണ മനുഷ്യർക്കൊക്കെ തന്നെ ഉണ്ടാവും. പണ്ട് സച്ചിൻ തെണ്ടുൽക്കറുടെയൊക്കെ പേരിൽ വഴിപാട് കഴിച്ചതും നരേന്ദ്രമോദിയുടെ പേരിൽ നിരവധി ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിച്ചതും ഒക്കെ തന്നെ വാർത്തയാവുകയും സമൂഹമാധ്യമങ്ങളിലൂടെ അതൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. വഴിപാടുകൾ ധാരാളമായി കഴിക്കുന്ന സാധാരണ രാഷ്ട്രീയക്കാരുമുണ്ട്. CPM-ൽ തന്നെയുണ്ട്, നമുക്കറിയാം. അതുപോലെ വഴിപാടുകൾ കഴിച്ചതുകൊണ്ട് ഫലം മാറിമറിയണം എന്നില്ല എന്ന സത്യം കൂടി, അല്ലെങ്കിൽ യാഥാർത്ഥ്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും വഴിപാടുകൾ കഴിക്കട്ടെ. പ്രതീക്ഷകളും ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ, അത് പിണറായി വിജയൻ്റേതായാലും ആരുടേതായാലും മോഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം UDF-നും NDA-യ്ക്കും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ ഞങ്ങൾ നേരുകയാണ്. നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാൻ, ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നല്ല രീതിയിൽ സ്തുത്യർഹമായ ഭരണം കാഴ്ചവെക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ. വിജയിച്ചു വരട്ടെ. കേരളത്തെ വികസനത്തിൻ്റെ പാതയിലൂടെ നയിക്കാൻ കഴിവുള്ള ജനപ്രതിനിധികൾ ഉയർന്നു വരട്ടെ എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ചിന്തിക്കുന്നു. കാരണം ഞങ്ങൾക്കങ്ങനെ നിഷ്പക്ഷമായി ചിന്തിച്ചേ പറ്റൂ. ആരധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കാനും അല്ലെങ്കിൽ അത്തരത്തിൽ പറയാനും പക്ഷം പിടിക്കാനും ഒന്നും എന്തായാലും ഒരു നിഷ്പക്ഷ ജനകീയ മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് കഴിയില്ല. എല്ലാവർക്കും വിജയാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. പിണറായി വിജയൻ്റെ പേരിൽ കഴിച്ച വഴിപാടുകളൊക്കെ തന്നെ സഫലമാകട്ടെ എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ആശംസിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം വോട്ടെണ്ണൽ ആരംഭിക്കും. 8:30 EVM ആരംഭിക്കും. അതിനു മുൻപ് പോസ്റ്റൽ വോട്ടുകളും മറ്റും ആയിരിക്കും എണ്ണുക. അതിനുശേഷം 8:30 ഔദ്യോഗികമായി ഈ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എണ്ണിത്തുടങ്ങുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 10-10:30 തന്നെ ആദ്യ ഫലസൂചനകൾ, വ്യക്തമായ ഫലസൂചനകൾ, ലീഡ് നില ഒക്കെ തന്നെ വന്നു തുടങ്ങും. ഉച്ചയോടുകൂടി 12:30-1 മണിയോടുകൂടി തന്നെ ഫലസൂചനയുടെ ഏതാണ്ട് പൂർണ്ണരൂപം നമുക്ക് അറിയാൻ സാധിക്കും. കാത്തിരിക്കാം.